ഇവിടെ ഇവരെല്ലാവരും ഇരിക്കുന്നതിൻ്റെ കാരണം BJP ബന്ധം ഉപേക്ഷിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ രണ്ടുപേർ ഇന്ന് CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അവരെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ആ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം നിങ്ങളുമായി പങ്കുവെക്കണം എന്നുണ്ട്. അത് നിയമവുമായി ബന്ധപ്പെട്ടാണ്. നേമത്ത് കോൺഗ്രസ് BJP-യെ വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. നേമത്തെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് കോൺഗ്രസ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. എങ്ങനെയൊക്കെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകൾ വിഭജിക്കാം, ഭിന്നിപ്പിച്ചു കളയാം എന്ന തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ നേതൃത്വവും. ഇത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളും BJP-യുടെ ഉന്നത നേതാക്കളും തമ്മിലുള്ള കൂടിയാലോചനകളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ ടീമും ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം BJP-ക്ക് ഭൂരിപക്ഷമില്ലാത്ത, BJP-ക്ക് വോട്ടില്ലാത്ത പ്രദേശങ്ങളിലാണ് കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രചരണ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. BJP-ക്ക് ഒരു വോട്ട് പോലുമില്ലാത്ത സ്ഥലങ്ങൾ, BJP-ക്ക് ഇന്ന് വരെ കൗൺസിലർമാരില്ലാത്ത സ്ഥലങ്ങൾ, ആ ബെൽറ്റുകളിലാണ്, ആ സ്ഥലങ്ങളിലാണ് പൂർണ്ണ സമയം UDF-ൻ്റെ സ്ഥാനാർത്ഥി ചെലവഴിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപാടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ജില്ലയിൽ വന്ന കോൺഗ്രസ് നേതാക്കളുടെ പരിപാടികൾ, ഇതെല്ലാം നിയമമണ്ഡലത്തിൽ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, നിയമമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോക്കാൻ നിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിത് പറയുന്നത് വേറെ തരത്തിലല്ല. ഇതുവരെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് 3-ാം സ്ഥാനത്താണ്. അതിൽ നിന്ന് കയറി വരാൻ കഴിയുന്ന ഒരു മാജിക്കലായ സാഹചര്യമൊന്നും ഇന്ന് നിയമത്തോ കേരളത്തിലോ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, KPCC നേതൃത്വം പരിപാടി നിശ്ചയിച്ചു കൊടുക്കുന്ന വിവിധ പരിപാടികൾ, ഇപ്പോൾ രേവന്തിൻ്റെ പരിപാടി, തെലങ്കാന CM-ൻ്റെ പരിപാടി നിശ്ചയിച്ചു കൊടുക്കുന്നത് ആരാ? KPCC-യുടെ നേതൃത്വം നിശ്ചയിച്ചു കൊടുക്കുന്ന പരിപാടിയാണല്ലോ. മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ആരാ? അപ്പോൾ അതെല്ലാം നിയമത്ത് കൊടുക്കുകയാണ്. നിയമത്ത് കൊടുക്കുമ്പോൾ നിയമത്ത് തന്നെ ഇവിടെ കൊടുക്കുന്നു. BJP-ക്ക് ഒരു സ്വാധീനവുമില്ലാത്ത കേന്ദ്രങ്ങളിലാണ്. അത് BJP-ക്ക് സ്വാധീനമില്ലാത്ത സെക്കുലർ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുന്നതിന്, അതിലൂടെ BJP-യെ രക്ഷിക്കുന്നതിനും BJP-യെ വിജയിപ്പിക്കുന്നതിനും കോൺഗ്രസ് നേമത്ത് ആസൂത്രിതമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അവിടുത്തെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയും ഒളിച്ചുകളി അവസാനിപ്പിച്ച് പരസ്യമായി പറയാൻ തയ്യാറാകണം. നിങ്ങൾ BJP വോട്ട് ചെയ്യാനുള്ള ആഹ്വാനത്തിലാണെങ്കിൽ ആഹ്വാനം കൊടുത്താൽ മതി. എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്, ജനങ്ങളെ പറ്റിക്കുന്നത്? അങ്ങ് ആഹ്വാനം കൊടുത്താൽ പോരെ? എന്താണ് KPCC-യുടെ നേതൃത്വം ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഏറ്റവും സെൻസിറ്റീവായ അവിടെ BJP ഒരിക്കൽ വിജയിച്ച, അത് കോൺഗ്രസിൻ്റെ ചെലവിലാണ് വിജയിച്ചത്. അന്ന് 13,000 വോട്ട്, കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെയാണ് അന്ന് UDF-ൻ്റെ സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ടത്. ആ ചരിത്രമുള്ളൊരു മണ്ഡലത്തിൽ കോൺഗ്രസ് അങ്ങേയറ്റത്തെ അപകടകരമായ രാഷ്ട്രീയ കളി BJP-ക്ക് വേണ്ടി കളിക്കുന്നു എന്നുള്ളതാണ് CPM-ന് ഉന്നയിക്കാനുള്ള, LDF-ന് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളിത് കാണേണ്ട കാര്യം, നിയമം ഉൾപ്പെടുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ് ശ്രീ ശശി തരൂർ കോൺടസ്റ്റ് ചെയ്ത തിരുവനന്തപുരം മണ്ഡലം. നിങ്ങളൊക്കെ ഇവിടെ തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന സംഘടന SDPI അന്ന്
ആർക്ക് വേണ്ടിയാണ് പരസ്യമായി പ്രചരണത്തിനിറങ്ങിയത്? ശ്രീ ശശി തരൂരിന് വേണ്ടിയിട്ട്. എന്തായിരുന്നു അന്നവരതിന് കാരണമായി പറഞ്ഞത്? ആ വോട്ട് സ്വീകരിക്കാൻ കോൺഗ്രസും കാരണമായി പറഞ്ഞത്. അന്നവർ പറഞ്ഞത് BJP ഇവിടെ വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ BJPയെ പരാജയപ്പെടുത്താൻ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു. ഇതല്ലേ അന്ന് പറഞ്ഞേ? അതല്ലേ പറഞ്ഞേ? അപ്പോൾ അവരുടെ സംഘടന എന്ന നിലയിൽ അവർ പറയുന്നു തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJP ജയിക്കരുത്, അപ്പോൾ BJPയെ തോൽപ്പിക്കാൻ ശശി തരൂരിനാണ് കഴിയുക എന്ന് അവരെന്ന് പറയുന്നു. അവരതിനൊരു നിലപാടെടുക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നു, അവർ പറഞ്ഞ ഇതേ കാര്യമാണ്. ഞാൻ കേട്ടത് അങ്ങനെയാണ്. അവർ മാധ്യമങ്ങളോട് പറയുന്നു നേമത്ത് BJP ജയിക്കാൻ പാടില്ല, തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP ജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ BJP ജയിക്കാതിരിക്കണമെങ്കിൽ അവിടെ പ്രായോഗികമായി LDFനാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇത് വരുന്നൊരു പ്രശ്നം നിങ്ങൾ കാണേണ്ടത് അതിനൊരു വിവാദ പോയിൻ്റായി കൊണ്ടുവരുന്നതിനാണ്. അങ്ങനെയാണെങ്കിൽ ആ കോൺഗ്രസ് പറയണം എന്തിനായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, അധികം നാളൊന്നും ആയില്ലല്ലോ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ സംഘടന ഇതിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പരസ്യ പ്രചരണത്തിന് അവരാരോടെയും ഞങ്ങളാരും കാണുന്നില്ല. ഞങ്ങളൊക്കെ ആ മണ്ഡലത്തിൽ ഇന്നലെയും രാത്രി വരെയും ആ മണ്ഡലത്തിൽ ചിലവഴിച്ച ഒരാളാണ് ഞാൻ. അന്ന് പരസ്യ പ്രചരണം തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതേ സംഘടനയല്ലേ, ഇതേ ആളുകളല്ലേ, ഇതേ മണ്ഡലമല്ലേ, ഇതേ നിയമമല്ലേ, ഇതേ ജില്ലയല്ലേ. അതിനവർ പറഞ്ഞ യുക്തി എന്താ? ആ യുക്തി BJP തോൽപ്പിക്കണമെന്ന യുക്തി. അതിനുവേണ്ടി ശശി തരൂരിന് വോട്ട് ചെയ്യണം. ഇപ്പോൾ അതേ സംഘടന പറയുന്നു BJPയെ തോൽപ്പിക്കണം, അതിനുവേണ്ടി പ്രായോഗികമായി അന്ന് ശശി തരൂരായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ മണ്ഡലത്തിൽ ശിവൻകുട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അവർ പറയുന്നു. അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? ഇതാണൊന്ന്. ഞങ്ങൾ നേമത്തും കഴക്കൂട്ടത്തും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും BJPയുമായി യുദ്ധമുഖം തുറന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ഈ നാട് സമാധാനത്തോടെ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പിന്തുണയാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. വികസനവും സമാധാനവുമാണ്, നാടിൻ്റെ സമാധാനവുമാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പോയിന്റ്. ഞങ്ങളത് പറയുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് അവിടെ ചെയ്യുന്ന പണി എന്ത് ജസ്റ്റിഫിക്കേഷനാണ്? നിയമമണ്ഡലത്തിൽ BJPക്കൊരു സ്വാധീനവുമില്ലാത്ത കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് നടത്തുന്ന ഈ പ്രത്യേക പ്രചരണ പരിപാടിക്ക് പറയാനുള്ളത്. ഇനി BJPക്ക് നല്ല ശക്തി കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടെ. BJPക്ക് വോട്ട് പിടിക്കുന്ന BJPയുടെ കൗൺസിലർമാർ തുടർച്ചയായി ജയിക്കുന്ന വാർഡുകളുണ്ട് നേമത്ത്. അവിടെയൊന്നും കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക പ്രചരണമോ വലിയ ഇൻവോൾവ്മെൻറ്റോ കാണുന്നുമില്ല. അപ്പോൾ അത് വളരെ വിസിബിളല്ലേ?